ശ്രീയണ്ണയിൽ കൊടുക്കാതല്ലേ നല്ലത്. വീണ്ടും ഒരു മാമനും ഈശ്വര ഇവിടെ ആരില്ലല്ലോ ഒന്ന് പറഞ്ഞു ചിരിക്കാനായി. ചെയ്യാനുള്ളതൊക്കെ എന്നാലും ഞാൻ ആലോചിക്കായിരുന്നു എന്തൊക്കെ വാഗ്ദാനങ്ങളായിട്ട് ഞാൻ പോയത് ഇവിടുന്ന്. ഈ 3 വർഷത്തേക്ക് വരില്ല. എപ്പോഴും ഈ ഡയലോഗ് അടിക്കണം അപ്പൊ നടക്കില്ല. എന്റെ വന്നു ഇനി 2 ഇനി 3 പറഞ്ഞ എപ്പോ പോയിട്ടുണ്ട് അപ്പോഴൊക്കെ 1 മാസത്തിനുള്ളിലോ 2 മാസങ്ങളോ ശരിയാണ്. കുഞ്ചൂസ് സ്റ്റേ ചെയ്യില്ല. അങ്ങനെയാണ് വന്നത്. അങ്ങനെയാണ് ഇനി വരുന്നത്. ഈ അലിബാബ ഡിഷസോ അലിബാബ ഫുഡ് മുഖ്യമേഖലേ അലിബാബയും 41 കറികളോ അങ്ങനെ എന്തോ. നീ ഒന്നും പഠിച്ചില്ലല്ലോ അമ്മ നമ്മള്. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മള് വണ്ടൂർ എത്തിയിരിക്കുകയാണ്. നമ്മൾക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. അപ്പം അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. കൊച്ചും ജുനൈസും വീട്ടിലെത്തിയിട്ടുണ്ടാവും. കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം. it will be nice. അതിലെനിക്ക് ഡയറി മിൽക്കിന്റെ വെച്ച് ചെയ്ത് തന്നാ മതി. ശരിക്കും പറഞ്ഞാ നിനക്ക് എന്തെങ്കിലും വാങ്ങി തരണല്ലേ? നീയാണല്ലോ ഇതിന്റെ പിന്നിലുള്ള ആൾ. പോടം എന്നെ നാണിപ്പിക്കാതെ. എനിക്ക് ഇടയ്ക്കൊക്കെ നാണം വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? രസമുണ്ടോ? എന്തായാലും ആദ്യമായിട്ട് കാണാൻ പോലെ അല്ലേ? അമ്മ ഇപ്പം ഏകദേശം 10 മണിയാണ്. വീട്ടിൽ പോട്ടെ. ഭയങ്കര ടയർഡാണ്. നാളെ രാത്രി ഇതേ സമയത്ത് എനിക്ക് ഇറങ്ങണം എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്. കുറച്ച് മിഠായികളൊക്കെ കൊടുത്ത് എന്തായാലും ഞാൻ വല്യമ്മയായിരിക്കും. ഞാൻ ആദ്യമായിട്ട് വല്യമ്മയായിരിക്കാണ്. എനിക്ക് വേറെ ആരുടെയും ഞാൻ ഗോപുവിന്റെ മാത്രമേ ഉള്ളൂ അവിടെ. പക്ഷെ അവളെന്റെ കസിനാണല്ലോ. എന്റെ ഇത്രയും അടുത്തതില് ഞാൻ വല്യമ്മ. അത് എന്റെ ഭർത്താവിന്റെ വീട്ടില് ശ്രീകുട്ടനെ സുമ്മാണെങ്കില് ആ ഒരു ഫീലിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ വല്യമ്മയായിരിക്കണം. അപ്പൊ അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അപ്പൊ അവളെ കാണാൻ പോകുമ്പോ എനിക്ക് ഒരിക്കലും വെറുകയിൽ പോകാൻ പറ്റില്ല. സോ ഗൈസ് കുത്തട്ടെ ഞങ്ങള്. അതുകൊണ്ട് അടുത്ത വരവ് വരുമ്പോഴേക്കും ആ വീട്ടിലൊരു കിരിക്കാൻ പറ്റി ഇങ്ങനെ ഓടി നടക്കണ്ടാവും. എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോ തൊട്ടിട്ട് ഒരു പെൺകുട്ടി ആയിരിക്കും എന്നുള്ളതൊരു മൈൻഡിൽ ഇങ്ങനെ കിടക്കണം. എന്താണെന്ന് അറിയില്ല. അവള് തന്നെ എനിക്ക് വരുന്നുണ്ടോ അറിയില്ല. നമുക്കൊരു ഇൻഡ്യൂഷൻ ആണല്ലോ. ഏത് കുട്ടിയാണെങ്കിലും നല്ല ആരോഗ്യമുള്ള കുട്ടിയാവട്ടെ. അപ്പൊ അടുത്ത തവണ വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരാളുണ്ടാവും. എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യ. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്. ഈ സംഘം കൂടി വേണമായിരുന്നു ആക്ച്വലി ഇങ്ങനത്തെ മൊമെന്റ്സിലൊക്കെ. പക്ഷെ എന്തായാലും നമുക്കത് കൊണ്ടുപോവാം. ഒരു കുപ്പിയും കൂടി ഉണ്ടെങ്കിൽ അച്ഛന് കൊടുക്കായിരുന്നു. അച്ഛൻ വീണ്ടും അച്ഛനായി എന്നൊക്കെ. അച്ഛൻ നമ്മള് പെരിന്തൽമണ്ണ കയറിന്ന് പറഞ്ഞപ്പോഴേ ഗേറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല നിശ്ചയ അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷം Look guys, who is here? Look who is here. Chandini Chandra again. Chandini 1.5 മാസത്തിലൊക്കെ യുകെ ഇത്ര അടുത്തായിരുന്നോ? കോഴിക്കോട് പോയിട്ട് വരാന്ന് പറഞ്ഞ യുകെ പോയിട്ട് വരണം. ഇപ്രാവശ്യം വന്നപ്പോ അങ്ങനെ തന്നെയായിരുന്നു ഫീല്. യുകെ ഇത്ര അടുത്തായിരുന്നോ കുട്ടാ? ശരി ഇരിക്കും. ഒരു കാര്യം പറയാം. ഇരിക്കി അപ്പുറത്തിരിക്കി. എനിക്ക് വെളിച്ചം ഇതിലില്ലടി. ഇവിടെ ഇരിക്കി. ഈ വെളിച്ചത്തിൽ ഇരിക്കി. വീണ്ടും ഒരു മാമനും
ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. അവിടെ ഇത്രയും നേരം ഇരുന്നിട്ട് പറഞ്ഞില്ലല്ലോ. എനിക്കറിയായിരുന്നു ഇന്ന് എന്റെ വക എന്നെ വല്യമ്മ ആക്കിയതിന്. ആദ്യമായിട്ട് വല്യമ്മ ആയിരിക്കും. അച്ഛാ വീണ്ടും ഡബിള് കൺഗ്രാചുലേഷൻസ്. ഞാൻ എപ്പോ വരുമ്പോഴും ഇങ്ങനെ കൺഗ്രാചുലേഷൻസ് കഴിഞ്ഞാണ് വന്നപ്പോ കല്യാണത്തിന്റെ ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാനായി. സാധിക്കുന്നു. അമ്മ രണ്ടാമത് വയ്യ ഇരിക്കുന്ന നിർത്തം നോക്ക്. എത്ര മാസമായി ജയിക്കുന്നേ? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം മൂർഖനെയാണല്ലോ ചവിട്ടിയത്. കറക്റ്റാ, എല്ലാം കറക്റ്റാ. ഇങ്ങനെ ഇരുന്നോ? ഞാൻ ബാച്ചിലറാ, എന്റെ അച്ഛനും ഒരു ബാച്ചിലറാണ്. ഇങ്ങനെ ഇരുന്നോ? എന്താ അതൊക്കെയാന്നൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ 2 മാസം ഒന്ന് പോയി വരുമ്പോഴേക്ക് എന്തൊക്കെയാണ്. ഞാൻ ഇന്നാളെ ശ്രീകുട്ടിന്റെ കല്യാണം പോകുമ്പോൾ എല്ലാവരും പറയായിരുന്നു ഇനിയിപ്പോ ഇവിടെ ഒരു പരിപാടിയൊക്കെ നടക്കണമെങ്കിൽ 10-20 വർഷം കഴിയണ്ടേ. ഞാൻ ഇങ്ങനെ ഒരു പോസിബിലിറ്റിയെ പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ കിച്ചപ്പൊക്കെ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോഴേക്ക് 20 വർഷം ആവുമല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു പോസിബിലിറ്റി അതിന്റെ ഇടയിൽ കൂടെ വരുന്ന ഞാൻ വിചാരിച്ചില്ല. അതെ, ഈ ബ്ലോഗ് വഴി ട്രീറ്റൊക്കെ ശ്രീകുട്ടൻ നീ പൊട്ടിച്ച നിനക്ക് പിന്നെ അമ്മ കൊടുക്കൂ, മധുരം കൊടുക്കൂ അവൾക്ക്. പൊട്ടിക്കൂ, കൊടുക്കൂ. എടാ അവൾക്ക് കൊടുക്കടാ. കൊടുക്കൂ. ശ്രീകുട്ടി കൊടുക്കാമ്മേ, രണ്ടുപേരുടെയും പങ്കുണ്ടല്ലോ. നീ ആരാ? നിന്നെ എത്രയും പെട്ടെന്ന് ഒരു വല്യമ്മ ആക്കണം ഞങ്ങൾക്ക് ഭയങ്കര കൺഗ്രാചുലേഷൻസ്. വീണ്ടും അച്ഛനായാല് ഡബിള് ചിരിച്ചു പോയി. തങ്കും കൂടി വേണമായിരുന്നു. തങ്ക് ചിരിക്കും, ചിരിച്ചു വരും തങ്കു. പിന്നെ സെൻസർ മറ്റേ ഇതൊക്കെ ഉണ്ട്. അല്ല കേട്ടോ, എമ്മാന്റെ എനിക്കുള്ളതാണ്. ഇതവിടേക്ക് എടുത്തോ? സ്മെല്ല് ഇങ്ങനെ അപ്പൊ സമയം 10:30 നമ്മള് ഭക്ഷണം കഴിക്കട്ടെ. എന്തെങ്കിലും നല്ല വിശപ്പുണ്ട് അല്ലെ രഞ്ജു? നീ ഭീകരകള്. അപ്പൊ ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോകണം അല്ലേ? എല്ലാവർക്കും ഗുഡ് ന്യൂസ് പറഞ്ഞിന്. എല്ലാവരും വേഗം തന്നെ ഫ്രൂട്ട്സും എന്തൊക്കെയാ വേണ്ട വെച്ചാൽ ഫ്രൂട്ട്സും എല്ലാം കൊണ്ടും വരും ഗൈസ്. ബൈ ബൈ പറ, ബൈ പറ. ബൈ. ഓക്കെ, ഞാനും ശ്രീകുട്ടനും കൂടിയിട്ട് കോവിഡിന്റെ സമയത്ത് ഫുള്ള് ഉണ്ടാക്കൂലടാ. വൈകിട്ട് ആയിക്കണ ഞങ്ങൾ തുടങ്ങും. കാരണം എനിക്ക് വിശപ്പാണ്. എനിക്ക് പ്രഗ്നന്റ് ആയതിന്റെ വിശപ്പാന്ന് പറയാം. ഇവനോ? ഇവൻ എന്തിന്റെ വിശപ്പായിരുന്നു? ഇവന് ഞങ്ങൾ ഇരുന്ന് തിന്നും.
തങ്കു വന്ന് നോക്കുമ്പോ തങ്കുനൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ഞങ്ങൾ കുറെ പ്രാവശ്യം ഷവർമ്മയൊക്കെ മാറ്റി കൊടുക്കുന്നു. എന്നിട്ട് ഏട്ടൻ അറിയാതിരിക്കാനും തിന്നതിന്റെ വേസ്റ്റ് ഒക്കെ ഞങ്ങൾ ആ പാടത്ത് തൊടിയിൽ കൊണ്ടുപോയിട്ട് എറിയിട്ടോ. എന്നിട്ട് പക്ഷെ ഏട്ടൻ എന്നിട്ട് മുക്കി എങ്ങനെ അറിയാം മറ്റേ കെച്ചപ്പിന്റെ പാക്കറ്റില്. പിന്നെ തങ്കുനോട് നമ്മള് പറയും, തങ്കു വരുമ്പോഴും തങ്കോട് പറയും ബർഗറും ഷവർമ്മയും വാങ്ങിക്കോട്ടെ. രാത്രി 10 മണിക്കൊക്കെ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് അമ്മ സീകുടെ മന്ന വിട്ടിക്ക പറയുന്നത്. വേർപ്പിന്റെ വാസന ഉണ്ടേ. നീയിപ്പൊ അങ്ങനെ പറഞ്ഞാ മതി. മകനെ പറഞ്ഞപ്പോ അച്ഛൻ രഞ്ജുവിന് വേറെ ചെക്കൻ നോക്കിന്നൊക്കെയാ പറഞ്ഞ. രഞ്ജുവിന് വേറെ ആലോചന വന്നു. അച്ഛൻ വാങ്ങി വെച്ചു. അച്ഛൻ വിചാരിച്ചു കുട്ടി ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. അച്ഛനും മാത്രം ഇങ്ങനെ ഇരിക്കാൻ മറത്തേ. ഇവിടെ തിണ്ടമ്പിലുണ്ട്, അച്ചപ്പുറത്ത് കസാലയിലുണ്ട്. ഞങ്ങൾ ബൈക്കുമ്പോൾ അങ്ങോട്ടാണ് പോയിട്ട് അതേമാതിരിയാണ് തിരിച്ചിങ്ങനെ വന്നു. അപ്പോഴാണ് ആ കുട്ടി വിവരം പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ സന്തോഷായി, അച്ഛൻ കുട്ടി രക്ഷപ്പെടട്ടെ എന്നൊക്കെ. അപ്പൊ ഇങ്ങനെ പാലോക്കിയെല്ലാം പോയി. തിരിച്ചവിടെ ജയന്റെ അതിന്റെ പുറത്ത് വണ്ടി ഇട്ടിട്ട് തിരിച്ചു കാണാം. അവിടെ കൊടുക്കാനുള്ള കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ ഞാനത് എത്ര തേരാപ്പാര ഉമ്മർത്ത് കൂടെ നടന്നു, ആരും ചോദിച്ചില്ലല്ലോ. അമേരിക്കയിലുള്ള പയ്യൻ, പിന്നെ എവിടെയാണ് പയ്യൻ? കാനഡയിലൊക്കെ ഉണ്ട്. അങ്ങനൊക്കെ ഉണ്ട്, ഫുൾ ലിസ്റ്റ് ഒക്കെ ഉണ്ട്. കൊടുത്തിടായിരുന്നില്ലേ ഒരു ഗർഭവും കൂടി ഫ്രീ എന്നൊക്കെ. കുട്ടിയുടെ കൂടെ Oh my god. What's that, Jagger? A gun. A gun. ഒന്നും കൂടി കുട്ടിക്ക് രാത്രി 11 മണിക്ക് കിച്ചപ്പ് എണീറ്റിരിപ്പുണ്ട്. സൂപ്പറായി. അങ്ങനെ നല്ലൊരു ഉറക്കം ഉറങ്ങി. കിച്ചപ്പ് രാത്രി 11 എണീറ്റുകൊണ്ട് തന്നെ അച്ഛൻ അമ്മേനെ ഏൽപ്പിച്ചിട്ട് ഞാൻ നല്ലൊരു ഉറക്കം ഇറങ്ങി. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എണീക്കണേന്റെ പ്രാസനെ കാണണം കേട്ടോ. ഇവിടെ ഇങ്ങനെയാണ് തോന്നുക. ഒന്നല്ലേ. ഓ 2 മണിക്ക് അമ്മ UK പോട്ടെ. നീ ഇവിടെ ഗുഡായിട്ടിരിക്കുവോ? നാട്ടിലൊരു മഴ കൊള്ളുക എന്നുള്ളതൊരു ആഗ്രഹമായിരുന്നു. ഹലോ ഹലോ ഹലോ, ജിഷ്ണു സർപ്രൈസ് ആയില്ലേ ഡെട്ടിയിലെന്നൊക്കെ? എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു എന്നൊക്കെ. പിന്നെ ദേ വന്നിരിക്കുന്ന 1 മാസത്തിനുള്ളിലൊക്കെ. കൺഗ്രാറ്റുലേഷൻസ്. നല്ല മഴ ഒരു ദിവസത്തിന് വന്നിട്ട് ഇത്രയും മഴ കിട്ടുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്നൊക്കെ അത്രയും മഴ. എന്താ മഴ സന്തോഷം. അങ്ങനെ നിങ്ങളുടെ ശ്രീകുട്ടനൊരു അച്ഛനാമോയാണ്. അച്ഛൻ ഞെട്ടിയില്ല ചേച്ചി? തടൊന്നുമില്ലല്ലോ. എന്താ നിങ്ങൾക്ക് അറിയായിരുന്നോ? പിന്നെ അമ്മ എങ്ങനെ ഇനി ഇത് ആരുണ്ടാക്കിയതാ? ഇത് കിച്ചപ്പ് അന്ന് സീഡ് കുത്തിയതാണോ? ഷോമി അന്നേ കല്യാണ സമയത്തേ. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ വാഷ് മൈ ഹാൻഡ്സ്.
കല്യാണ സമയത്തേ ഇതിന്റെ അടിയിൽ വെച്ചോളൂ. ഇതിൽ വെച്ചോളൂ ഇങ്ങനെ ഇങ്ങനെ അന്ന് കല്യാണ സമയത്ത് അവൻ സീഡ് വെച്ചിട്ട് പോയതാ. പോയതാണേ. പക്ഷെ അത് നോക്കില്ല. എന്നിട്ട് ഞാനെന്താ ഞാൻ വേറെ ഇത് എന്തിന്റെ അമ്മ? ഇതാ മണിമുള്ളല്ലേ. നീ നെക്സ്റ്റ് ടൈം വരുമ്പോഴേക്കും ഫ്ലവർ പൂവുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവനൊരു ദിവസം വീഡിയോ ചെയ്തപ്പോ കാണിച്ചു കൊടുത്തു. ഇതാ പൂവുണ്ടായിരുന്നു. കുറവല്ലേ? തിരുവല്ല വീട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാണ്ട് ഇതുപോലെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള കേട്ടോ. ആ വീട്ടിൽ ആര് വന്നാലും എത്ര നേരം സംസാരിക്കാനാണെങ്കിലും ഇങ്ങനെ മുറ്റത്ത് ഈ ഒരു സിറ്റ് ഔട്ടിൽ സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. അതിൻ്റെ കൂടെ ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുന്നുണ്ട്. കുറേ കാലം കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് പോയപ്പോൾ എനിക്കൊന്നും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അങ്ങോട്ട് ഉപയോഗിക്കുകയായിരുന്നു. You can hold it in both hands then. രഞ്ജു മേമേനുള്ള പണി നമ്മൾ കൊടുത്തിരിക്കണം. വെക്കേഷൻ കഴിയുമ്പോഴേക്കും ആയൊന്നും അവനറിയില്ലടി. ABC നോക്കൂ. പെൻസില് എവിടെ എവിടെ ഇതൊക്കെ സാധനങ്ങളാണ് ഇവിടെ. ബൈക്കാണോ ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ഞത്ത് അല്ലെങ്കിൽ കാലിലേക്ക് പുറത്ത്. ഇവിടെ പിടിക്കാൻ ഇപ്പം സമയം ഏകദേശം ഒരു 5-6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിനി ഒരു 1 മണിക്കൂറിൽ ഇറങ്ങണം. അപ്പോൾ അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. മാമൻ വരും. അപ്പോൾ മാമൻ്റെ കൂടെ ഒന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ സ്ട്രെയിറ്റ് ചെയ്തപ്പോൾ രഞ്ജുവിനും അമ്മയ്ക്കൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാമെന്നുണ്ട്. അതിൻ്റെ പരിപാടികളിലാണ്. വീണ്ടും ഒരു അപ്പൂപ്പനാകാൻ പോവുകയാണ്. ഇതിന്റെ ഒരു ബാക്കി തരാൻ പോകുള്ളൂ. അതെ ഇതിന് രഞ്ജുവിന് അവനൊരു അച്ഛനാവുമ്പോൾ അച്ഛനൊക്കെ എന്തല്ലേ മുത്തശ്ശനായി വീണ്ടും മരുമോനച്ഛനായി. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും അപ്പുറത്തെ വീട്ടിലാണെങ്കിലും ഇപ്പുറത്തെ വീട്ടിലാണെങ്കിലും ആര് വന്നാലും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് കേട്ടോ. അത് എത്ര വൈകിട്ടാണെങ്കിലും രാത്രി 10 മണിയാണെങ്കിലും 11 മണിയാണെങ്കിലും 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഫീല് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. 40 വർഷമായിട്ട് ആദ്യമായിട്ട് കാണുന്നത്. നല്ല രസമുണ്ട് കല്യാണ പെണ്ണുങ്ങളെ മണവാട്ടി അല്ലല്ല രഞ്ജുവിനെ അമ്മയ്ക്ക് ഹായ് എടുത്തോ. ടേക്ക് ഇറ്റ് യുവർസെൽഫ്. കം ഓൺ കിഡ്. ഗുഡ് ആയിട്ടിരിക്കണം കേട്ടോ. Amma is going to UK. Bye bye. Bye bye. Bye. Bye Kisnu. നമ്മുടെ വീട്ടിന്റെ ബാക്കിലാട്ടോ. അത് അവിടെയാണ് നമ്മുടെ വീട്. അതിന്റെ ഏകദേശം ബാക്കിലായിട്ട് ഒരു ജ്യൂസ് ക്രഷ്. നമ്മള് വീഡിയോ ഇവിടെ വിടാം ഗൈസ്. ഏതൊക്കെയുള്ള ഏട്ടാ. ഇനി അവിടെ ഞാൻ വന്നിട്ടേ ഞാൻ കഴിച്ചിട്ടില്ല ഫുഡൊന്നും. ആകെ കുടിച്ചിരിക്കണത് ഈ ജ്യൂസ് മാത്രം. കാരണം ചൂടായിരുന്നു ഒന്നാമത്. എത്ര ജ്യൂസ് നമ്മള് വീട്ടിലേക്ക് വാങ്ങി കുടിച്ചിരിക്കണെന്ന് അറിയോ. പിന്നെ ലോഡിലാണ് ഇവിടെ നിന്ന് വാങ്ങി കുടിച്ചിരിക്കണ കഴിഞ്ഞാണ് വന്നിട്ട്. ഇങ്ങനെ ഒരു ജ്യൂസ് കട ഉള്ളത് നല്ലതാണ്. മറ്റേല് പണമാരി അണ്ണണ്ടാ അണ്ണ മറ്റേ പാണ്ട് പിടിയില് സൊല്ലിടാ പോലീസാണ്. ഓടുത്ത് കാണിച്ച് ചെക്കന്മാര് വീഡിയോ എടുത്തിട്ട് പറയാൻ ഒരു ദിവസമൊക്കെ വന്നു പോയതാണെങ്കിൽ ഒരു വിഷമം. കിച്ചപ്പൂനാണെങ്കിൽ ഒരു ഇതുമില്ല. ബൈ ബൈ ശരി ഓക്കെ പൊക്കോന്നൊക്കെ. അവനിപ്പോ മനസ്സിലായില്ല കേസ് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവന്. ചിലപ്പോ അവനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവന് അവിടുന്ന് രക്ഷപ്പെട്ടതിന്റെ ഒരു രസമായിരിക്കും.
ഓരോ മാസം ഇവിടെ ഇരിക്കുമ്പോ ഇവിടെ രക്ഷപ്പെടാനായിരിക്കും. ഇതൊക്കെ ഒരു രസമല്ലേ? ഞാനും തങ്കും കൂടി ഇനി വേണമെന്ന് അർമാദിക്കാൻ. ഓ ഇനി കുറച്ചു കാലം ഞാനും തങ്കും അങ്ങ് അർമാദിക്കാമോന്നൊക്കെ. തിരിച്ചു വരുമ്പോ കിച്ചപ്പ് ഞങ്ങളുടെ കാലിൽ ഇങ്ങനെ സാഷ്ടാംഗം പ്രണമിക്കണം. അമ്മേ അച്ഛ എന്നെ തിരിച്ചെടുക്കൂന്നൊക്കെ. അപ്പൊ ഞാൻ പറയാം അവന്റെ അടുത്ത്, നിനക്ക് എന്ത് അഹങ്കാരമായിരുന്നു? ഇരിക്കുന്നേ അവിടെ, ഇരിക്കെവിടെ നോക്ക്. 10 ദിവസം കഴിയുമ്പോ ശ്രീകുട്ടൻ വിളിക്കും, എടി ഒന്ന് കൊണ്ടുപോകുന്നതിന്, എന്തെങ്കിലും ചെയ്തതിനൊന്ന് കൊണ്ടുവരാ, പൈസ അങ്ങോട്ട് തരാന്നൊക്കെ. അവന് ഭയങ്കര സന്തോഷമായിരിക്കും എന്തായാലും. കിച്ചപ്പ് ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ഫുൾ ടൈം ഓനെ കിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഈ പകല് ഡ്യൂട്ടിക്ക് പോകണ്ടേക്ക് കിച്ചപ്പ് എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. അതാണ് നമുക്ക് വേണ്ടത്. 2 ആഴ്ച അവൻ ഇവിടെ നിൽക്കുമ്പോഴേക്കും ജോലിലക്ഷ്മി അങ്ങോട്ട് പോകാനായി. അവിടെ പോയി പിന്നെ ഇങ്ങോട്ട് വരാനായി. അപ്പോഴേക്കും തങ്കു വരാനായി. ഇങ്ങനെ ഒരു അച്ഛനായ ശ്രീകുട്ടനെയും കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അല്ല പോണതല്ല, ഞാൻ പോകുന്നത്. എന്തല്ലേ എത്രയോ തവണ ഇവിടേക്ക് വന്നത്. ഇപ്പൊ ഇവനെയും കൊണ്ട് വരുന്നു. ഈ അടുത്ത തവണ വരുമ്പോ ഇവന്റെ കൂടെ ഒരു കുട്ടി ഉണ്ടാവും. എന്തല്ലേ സീനട്ടോ. ടാസ്ക് അങ്ങോട്ട് എടുക്കുന്നത്. അപ്പൊ ഇനി ഞാൻ വ്ളോഗൊന്നും എടുക്കുന്നില്ല. അപ്പൊ ശരി, ബൈ.